പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും മിറക്കിൾസ് ഓഫ് ആൻസ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ബ്രദർ വിൽസൺ ഈസ് ഓൺ ദ ലൈൻ. വിൽസൺ, വുഡ് യു പ്ലീസ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോട് നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. നമ്മളെ നടത്തുന്ന പൊന്നുകരം, അത് നാം എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. നിൻ്റെ കരം കുറുകിയിട്ടില്ല, നിൻ്റെ ശബ്ദം ബന്ധമായിട്ടില്ല. അത് ഓർപ്പിക്കുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും പറ്റിപ്പോകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ.
എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിൽ അടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആയിമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. അഭുജബലത്താൽ നടത്തിയതാൽ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും. ആസംഭസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങി നടത്തുന്ന കർത്താവാണ്. ഒന്നുമില്ലായ്മയിൽ നമ്മളെ ഉയർത്തി ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. പ്രഭുക്കന്മാരോട് തന്നെ ഇരുത്തിയിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഉയർത്തിയ നിന്റെ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെയോർക്കുവാ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെയോർക്കുവാ ഗ്രഹം എന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായ നീ ഭാരത്തിൻ നാളരിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളരിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെയോർക്കുവാ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥ. നീ എന്നെയോർക്കുവാ ഗ്രഹം എന്തുള്ളൂ.
തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്കൊന്നും പുകഴുവാനില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാത ഒരു പാട്ടുകൂടി പാടി നമുക്ക് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ വന്ന വഴികൾ ഒന്ന് ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും. നമ്മുടെ ഹൃദയം തുറന്ന് നമുക്കത് ആരാധിക്കാം. ഒരു പാട്ടുകൂടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വന്ന വഴികൾ ഒന്നോത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ഈ ജീവിതം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ഈ ജീവിതം. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല
എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്ദിയല്ലാതിന്നൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ. വന്ന വഴികൾ ഒന്നോത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമറയും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോത്തിടുമ്പോൾ നന്ദിയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ. മനസ്സിൻ വ്യഥ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനസ്സിൻ വ്യഥ നീയെന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല, എന്നും കരങ്ങളിൽ വഹിച്ചവനെ.
വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ കർത്തൃദാസന്മാരെയും, എല്ലാ കർത്തൃദാസിമാരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുകയാണ്. എല്ലാവരും ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് നാം പ്രതീക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ ഇന്ന് ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളോട് ടെസ്റ്റിമണി പറയുവാനായിട്ട് വന്നിരിക്കുന്നത് റെവറൻഡ് പാസ്റ്റർ മത്തായി സാംകുട്ടിയാണ്. നമുക്കറിയാം, നമ്മൾ ഒത്തിരി ദൈവദാസന്മാരെ കണ്ടുമുട്ടുന്നതാണെങ്കിലും അവരുടെയൊക്കെ പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ എല്ലാം പ്രസംഗങ്ങൾ ഓർത്തിരിക്കാറില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമെങ്കിൽ പോലും എല്ലാ പ്രസംഗത്തിന്റെ ഫുൾ കാര്യങ്ങൾ ഓർത്തിരിക്കാറില്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും കേട്ടതുപോലെ ആത്മനിറവിൽ അവരുടെ അനുഭവത്തിലൂടെ പാടിയ പാട്ടുകൾ, ദൈവം അവർക്ക് കൊടുത്ത ഗാനങ്ങൾ, അത് നമ്മൾ മറക്കുവാൻ സാധ്യതയില്ല. നമ്മളത് എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. കാര്യം അവരുടെ അനുഭവത്തിൽ നിന്നാണ് ഇത്തരം പാട്ടുകൾ ഉടലെടുത്തിരിക്കുന്നത്. അത്തരം വിലയേറിയ ഒത്തിരി അനുഭവങ്ങളിലൂടെ പാട്ടെഴുതിയ 100-ൽ പരം പാട്ടുകൾ എഴുതിയ കർത്താവിന്റെ ദാസനെയാണ് ഇന്ന് നമുക്ക് കർത്താവ് ടെസ്റ്റിമണി പറയുവാനായിട്ട് തന്നിരുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എത്ര മനോഹരമായ പാട്ടുകളാണ് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുമായിരുന്നു. 1962 എഴുതിയ പാട്ടാണ് കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം വർണ്ണ്യമല്ലഹോ അതെന്റെ നാവിനാൽ. മിക്ക പാട്ടുകളും അതുപോലെ തന്നെയുള്ള കുറെ പാട്ടുകൾ, ഇതെല്ലാം കാൽവറിയിൽ ക്രൂശിലെ ആ സ്നേഹം, കർത്താവിന്റെ അതുല്യമായ സ്നേഹത്തെ വർണ്ണിക്കുന്ന പാട്ടുകളാണ് ഇതിനകത്ത് കേൾക്കുവാൻ ഇടയാകുന്നത്. അതുപോലെ തന്നെ ഒരു പാട്ടാണ് എന്തോ ഒരു സ്നേഹം ഇത്, എന്തോ ഒരു ത്യാഗം ഇത്, 3 ആണിമേൽ തൂങ്ങും നേരത്തും അങ്ങ് എന്നെ ഓർത്തുവല്ലോ. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആ വൻ കൃപകൾ, ആ വലിയ അതുല്യമായ അനുഭവങ്ങൾ, അതുപോലെ കൂരിരുൾ പാതയിൽ ദീപമായി, അതിനകത്ത് വളരെ പ്രത്യാശയോടുകൂടി പാടിയിരിക്കുന്നത് ഉയർപ്പിൻ സുപ്രഭാതം വരും കാണും നാം പ്രിയനെ വേഗത്തിൽ. അങ്ങനെ അരനൂറ്റാണ്ടുകൾക്ക് ഏറെയായി കർത്താവ് വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃത്യനെയാണ്. കേരളക്കരയിൽ പന്തളത്ത് നിന്നാണ് പോയിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ചിക്കാഗോയിലായിരിക്കുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വയനാട്ടിലെ ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുകയും ധാരാളം സഭകൾ സ്ഥാപിക്കുകയും ചെയ്ത ഒരു വിലപ്പെട്ട ദൈവകൃത്യന്റെ മകനാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആ അനുഭവങ്ങൾ, ഓരോ പാട്ടിന്റെയും പിന്നിലുള്ള കർത്താവ് നടത്തിയ വഴികൾ, അതിനെ കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ, വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നു. വളരെ സ്നേഹത്തോടെ, ആദരവോടുകൂടി ഇന്നത്തെ മീറ്റിംഗിലേക്ക് റെവറൻഡ് മത്തായി സാംകുട്ടി പാസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ആരംഭിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരൻ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതായ പാസ്റ്റർ അച്ചങ്കുഞ്ഞിനോടും ബേബിച്ചിനോടും സന്നിഹിതരായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. നിങ്ങൾ ചിന്തിക്കും, എൻ്റെ പ്രായം ചെന്നാൽ ആഗസ്റ്റ് മാസം ആകുമ്പോൾ 90 വയസ്സാകും. ആ രീതിയിലാണ് ഞാനിപ്പോൾ. വളരെ ക്ഷീണിതനാണെങ്കിലും ഇന്ന് ഞാൻ ചില ഗാനങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ദൈവം എനിക്ക് കാരണം ചില താലന്തുകൾ, ചെറിയ താലന്തുകളാണ് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ വലിയ പ്രാസംഗികനല്ല. പലരും പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മുടെ പാട്ടുകളെല്ലാം ഇവിടെ, പ്രാർത്ഥനയെല്ലാം ഇവിടെ നിലയ്ക്കും, പ്രസംഗമെല്ലാം ഇവിടെ മാറും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കുന്ന ഗാനങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒരു ഗാനത്തിന്റെ അവസാന അടിയിൽ ഞാൻ ഇങ്ങനെ പാടി, നിത്യതയിൽ നാം ചേരുമ്പോൾ അവിടെയും പാടാൻ കൃപ എന്നല്ലാതെ
മറ്റെന്ത് അടിയാർക്ക്? കൃപ കൃപ എന്നല്ലാതെ മറ്റ് എന്ത് അടിയാർക്ക്? ഹല്ലേലൂയ. പാസ്റ്റർ വിൽസൺ കരോട്ടിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മനോഹരമായി പാടുവാൻ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ പാട്ട് എഴുത്തുകാരുടെ പാട്ടുകളൊക്കെയും മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഈ ദൈവദാസനെ പോലുള്ളവർ മൂലമാണ്. അനേകരുടെ ഗാനങ്ങൾ എടുത്ത് പാടിയിട്ടുണ്ട്, ഇന്ന് പാടുന്നുണ്ട്. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഈ ഗാനങ്ങൾ കൂടെ ഒരാത്മാവെങ്കിലും നിത്യത്തിൽ കാണണം. പണം ഉണ്ടാക്കുവാൻ ഞാൻ ഒരിക്കലും ഗാനം എഴുതിയിട്ടില്ല. അനേകരെൻ്റെ ഗാനങ്ങൾ ഉപയോഗിച്ച് മനോരമ മ്യൂസിക് ഒക്കെ അവർ ധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് റോയൽറ്റി ഒന്നും വേണ്ട, ഞാനൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾ അത് ജനഹൃദയങ്ങളിലേക്ക് എത്തുവാൻ തക്കവണ്ണം അത് ഉപയുക്തമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഞാൻ അനേകരെ ഗാനങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. ഇപ്പോൾ അനേക ഗാനങ്ങളും ഞാൻ കൊടുക്കുന്നതെല്ലാം അവരുടെ പേര് തന്നെയാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും അത് എനിക്ക് സന്തോഷമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ അനുഭവം, പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ബേബി ഡാനിയൽ ഉണ്ട്. ബോംബെയിൽ വെച്ച് നാഗ്പൂർ ഞാൻ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ പരിചയമുണ്ട്. ആ ദൈവദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ദീർഘവർഷക്കാലം കർത്താവിന് വയൽ പ്രദേശം. അതുപോലെ ദൈവത്തിന്റെ ദാസം അനേകർ ഈ വേദിയിലുണ്ട്. കർത്താവ് സ്തോത്രം. അവരെല്ലാം ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ 1936 പന്തള ഒരു ചെറിയ ഗ്രാമമാകുന്ന കുടിയൂർക്കോട് എന്ന ഗ്രാമത്തിൽ എൻ്റെ പിതാവ് പാസ്റ്റർ സി മത്തായി, അല്ലെങ്കിൽ പന്തളം കൊച്ചുമത്തായി എന്ന് പറയുന്ന എൻ്റെ അമ്മയുടെ പേര് എലിയാമ എന്നായിരുന്നു. അവിടെ മകനായി ഞാൻ ജനിച്ചു. ആദ്യമായി എൻ്റെ മൂത്ത 2 സഹോദരിമാരായിരുന്നു. അവരൊരു മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷം. കാരണം ഒരാൺ ഭവനത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കാലത്ത്, ഇന്നും പലരും അങ്ങനെ തന്നെയാണ് കരുതുന്നതെങ്കിലും, എന്നെ ഒരു കാര്യമായി എൻ്റെ സഹോദരിമാരെ എന്നെ എടുത്ത് നടക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഞാൻ ഓർപ്പിക്കുന്നത് എൻ്റെ പിതാവിനെ കുറിച്ചൊരു വാക്ക് ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യകാലങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി എല്ലാം തൻ്റെ സമ്പത്തെല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി ധീരതയോടെ പോരാടിയ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു എൻ്റെ പിതാവ്. അദ്ദേഹം ലോകപ്രകാരം വലിയ പ്രസിദ്ധന അല്ലായിരുന്നെങ്കിലും ബേബി ഡാനിയൽ എന്ന് പറയുന്ന പരേതനായ ബേബി ഡാനിയൽ എന്ന് പറയുന്ന ദൈവദാസൻ എൻ്റെ പിതാവിന് എഴുതിയത്. പഴയ നിയമത്തിന്റെ ഏതൊരു കാര്യം ചോദിച്ചാലും അദ്ദേഹം ഒരു കൺകോർഡൻസ് ആയിരുന്നു. പണ്ഡിതനായ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആ പ്രതർകാരനായ ആ ബേബി ഡാനിയലിനെ സുവിശേഷനാക്കി മാറ്റിയത് എൻ്റെ പിതാവാണ്. അതുപോലെ പലരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് തൻ്റെ അനുഗ്രഹവനാകുന്നായ സ്തോത്രം. ഹല്ലേലൂയ. അതേ പന്തളത്ത് തന്നെ കർത്താവിലേക്ക് അല്ലെങ്കിൽ നയിച്ച് അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടാണ് താന് മർത്തോമായിൽ സുവിശേഷനായിരുന്ന താൻ സുവിശേഷ വെളിച്ചം കുക്സായ്പ് വന്ന് പ്രസംഗിച്ച മൂലമായി സുവിശേഷ വെളിച്ചം പ്രാപിച്ച് തന്നെയും വിളിച്ചുകൊണ്ടുപോയി അവർ ഒരുമിച്ച് മുളക്കഴിച്ചെന്ന് സ്നാനപ്പെട്ടതിന് ശേഷമായിട്ട് തന്നെ എൻ്റെ പിതാവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ആ പ്രദേശങ്ങളൊക്കെയും പന്തളം ഭാഗങ്ങളൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി ഞാൻ ജനിച്ചപ്പോൾ എന്നെ മുളക്കഴി കൊണ്ടുപോയി കുസായ്പിൻ്റെ കൈയാൽ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. അദ്ദേഹം എൻ്റെ ആ പേരും കുക്സായ്പാണ് എനിക്ക് പേര് തന്നത്, സാം എന്നുള്ളത്. അതിന് ശേഷം ഒരു 4-5 വയസ്സായപ്പോൾ ഞാൻ കുറേ മാസങ്ങൾ അവരോടുകൂടി സിയോൻഗതിൽ പാർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമായ ഒരു കാര്യം പറയാനുള്ളത്, കുക്സാഹിബിനെ ജീവനോട് കണ്ടതിൽ ഒരാളിൽ ചുരുക്കം പേര് കാണത്തുള്ളെങ്കിലും ഒരാളായി ഞാൻ ശേഷിച്ചിരിക്കുന്നു. അവിടെ ത്യാഗവും അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞാൻ കാണുകയും മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ വേണ്ടോന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവർ കർത്താവിന് വേണ്ടി സഹിച്ചതായ ത്യാഗങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാളവണ്ടിയിലൊക്കെയും യാത്ര ചെയ്ത് ഹാലലി അവർ കൊടുക്കുന്നതായ കപ്പയും, അതായത് അന്ന് കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും പാവപ്പെട്ടവർ കൊടുക്കുന്ന കപ്പയും അതായത് മീനോ എന്താണ് അവർ കൊടുക്കുന്നത് ഒക്കെയും തിന്ന് പലപ്പോഴും വയറ്റിളക്കമൊക്കെ പിടിച്ച് വളരെ കഷ്ടത ഞാൻ ചിന്തിച്ചു. എന്തിനാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അമേരിക്കയിൽ നിന്ന് വന്നത്? ഒരാത്മാവിനെങ്കിൽ നേടുവാൾ ചിന്തയോടെ പ്രവർത്തിച്ചതുമല്ല. എൻ്റെ പിതാവ് അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചു.
കെ എബ്രാം സാറും അങ്ങനെ അവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിലും അവർ വിട്ടുമാറിയപ്പോൾ എൻ്റെ പിതാവ് കുക്സാഹിബിനോട് ചേർന്ന് വന്നു. ആദ്യമായി എൻ്റെ പിതാവിനെ തട്ടയിൽ കടുവറുന്ന സ്ഥലത്ത് അയച്ചു. അവിടെ ശേഷമായി എൻ്റെ പിതാവിനെ കോഴിക്കോട്ടേക്ക് അയച്ചു. അതായത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ഞങ്ങൾ കോഴിക്കോട്ടായിരുന്നു. അതിനുശേഷം മടങ്ങിയതിനു ശേഷമായി വീണ്ടും അതായത് അസംബ്ലീസ് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ നോർത്തേൺ മലബാറിലേക്ക് പോയി അവിടെ കുറ്റിയാടിക്കത്തൊരു സഭയിൽ സൂക്ഷിച്ചു. അനേക ആത്മാക്കളെ സ്നാനപ്പെടുത്തി. ആദ്യമായൊരു പെന്തക്കോസ്ത് പാസ്റ്റർ വയനാട്ടിലേക്ക് കുടുംബമായി പോകുന്നത് എൻ്റെ പിതാവായിരുന്നു 1950-കളിൽ. ആ സന്ദർഭം വളരെയധികം പ്രയാസമുള്ള സന്ദർഭം. മലേറിയയും പലവിധ പ്രയാസങ്ങൾ, ഫിനാൻഷ്യലായിട്ടും മറ്റു വിധത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വേണം ഭക്ഷിപ്പാനില്ലാതെ അതെ ഞാൻ തളർന്നു വീഴുന്ന സന്ദർഭങ്ങളുണ്ട്. എങ്കിലും കർത്താവ് ഞങ്ങൾ തള്ളി കളഞ്ഞില്ല. ഹല്ലേലൂയ. അതേ വയനാടിന് വേണ്ടി അവസാനമായി പ്രവർത്തിച്ച വയനാട് മണ്ണിൽ കർത്താവിൻ്റെ പ്രതിബദ്ധ സന്നിധിയിൽ ശബ്ദം കേട്ട പ്രതിഫലം വായിപ്പാൻ എൻ്റെ മാതാവും പിതാവും ഒരുങ്ങിയിരിക്കുന്ന ഇവിടെ സ്തോത്രം. കൊയിലിരുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ചെറിയ ചർച്ച പണിതു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ ഭൗതിക ശരീരം വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതെ, ഞാൻ ഹൈസ്കൂളിൽ കഴിഞ്ഞ ശേഷമായി അവിടെ നിന്ന് നാഗപ്പൂരിലേക്ക് കടന്നുപോയി. നാഗപ്പൂരിൽ അവിടെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മലയാളം സർവീസുകളൊന്നുമില്ലായിരുന്നു. അങ്ങനെ മലയാള സർവീസ് ഇല്ലാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ ഹിന്ദി സർവീസിലുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിച്ചു. അതെനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്തു. കാരണം ഹിന്ദി പഠിക്കുവാൻ മറ്റു ഹിന്ദിയിൽ പല കാര്യങ്ങൾ ഗ്രഹിക്കുവാനും എനിക്ക് ഇടയായി തീർന്നത് സ്തോത്രം. അതിനുശേഷമായി ഞങ്ങളുടെ 5 സഹോദരന്മാർ കൂടി അവിടെ ഒരു മലയാളത്തിൽ ആരംഭിക്കാൻ ഇടയായി തീർന്നു. ആ 5 പേരിൽ 4 പേര് മരിച്ചുപോയി. ഈ കഴിഞ്ഞ 1 മാസം മുമ്പേ പ്രൊഫസർ TC കോശി എന്ന് പറയാൻ ദൈവത്തിന്റെ ദാസൻ അദ്ദേഹം ഈ ലോകത്ത് കടന്നുപോയി. ഞാനൊരു മാത്രം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. കാരണം എന്നെ ചിലപ്പോൾ അവരെയൊക്കെ കടന്നുപോയാൽ എന്നെ എന്തിനു വെച്ചിരിക്കുന്നു. കാരണം ചിലരെയൊക്കെ എൻകറേജ് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ചില 5-6 വർഷങ്ങളായി ഞാൻ അറ്റ്ലാന്റ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ സിവി ആൻഡ്രൂസിന് സൂമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ വൈഫിന് സൗഖ്യമില്ലാതെ വന്നപ്പോൾ റെഗുലറായിട്ട് ഞാനിപ്പോൾ കയറുന്നില്ല. മറ്റു പല ചെറിയ പ്രോഗ്രാമുകൾ, ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ബോസ്റ്റൺ പ്രൈഡിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അനേക പ്രൈഡുകൾ ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ശാരീരികമായ ക്ലേശങ്ങളും വൈഫിന്റെ പ്രയാസങ്ങളും കൊണ്ട് പല ഇടങ്ങളിൽ എനിക്ക് ഇപ്പോൾ കയറുവാൻ കഴിയുന്നില്ലെങ്കിൽ ചില പ്രത്യേകിച്ച് മീറ്റുകൾ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാഗപ്പൂരിൽ അതിനുശേഷമായി ഞങ്ങളൊരു സഭ ചർച്ച് ഓഫ് ഗോഡിൽ ഒരു സഭ സ്ഥാപിക്കാനിടയായി തീർന്നു. ഞാൻ പാസ്റ്റർ PM കുരുവിളയും കൂടി സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യത്തെ ശുശ്രൂഷകൻ ഞാനായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ശേഷമായി ചില വർഷങ്ങൾ അവിടെ നിന്ന് എൻ്റെ ജോലിയുടെ ബന്ധത്തിൽ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ ഒരു മനോഹരമായ ഗാനം എഴുതി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധ പരനെ സ്തുതി ചെയ്യുക നിത്യം മനമേ. ഹല്ലേലൂയ. അതെ, ആ ഗാനത്തെ കുറിച്ച് സ്തോത്രം. കായംകുളത്തുള്ളായ B. മോനച്ചൻ പാസ്റ്റർ തൻ്റെ ജീവചരിത്രം എഴുതുമ്പോൾ തനിക്ക് ആരാണ് ഗാനം എഴുതറിഞ്ഞുകൂടാ. അത് താൻ തൻ്റെ ചരിത്രത്തിൽ എഴുതിയതിനു ശേഷമായി എങ്ങനെയോ പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞാനാണ് ഗാനം എഴുതിയത്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്നെ ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ അസ്ഥികൾ വേർപെടുന്നതുപോലെ ഭയങ്കരമായ വേദനയാൽ ഞാൻ കഷ്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ പണ്ട് കേട്ടതും പഠിച്ചതുമായൊരു ഗാനത്തിന്റെ അടികൾ എൻ്റെ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നിട്ട് ഹല്ലേലൂയ. വേദന സഹിക്കും നിൻ വേദനയകറ്റാൻ ക്രൂശു വഹിച്ചവനേ, ദുരിതങ്ങളഖിലം ചുമന്നൊഴിച്ചവനെ, തിരുകൃപ പകർന്നവൻ. അതുകൊണ്ട് എനിക്ക് വളരെ ആശ്വാസം ലഭിച്ചു. എൻ്റെ വേദന എന്നേക്കുമായി മാറിയതുപോലെ അനുഭവപ്പെട്ടു. ഞാൻ അനേകം വേദന അനുഭവിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തു, അല്ലയോ നിങ്ങൾ ഈ ഗാനം പാടുക, ഞാൻ പാടി ആശ്വാസം പ്രാപിച്ചുപോലെ നിങ്ങളും പാടി ആശ്വസിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ എഴുതിയ ഗാനങ്ങളൊക്കെയും ഞാൻ ഓരോ കോപ്പി അയച്ചു കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ താനത് കേൾക്കുകയും അത് മറ്റുള്ളവർ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ B. മോനച്ചൻ കായംകുളം.
അതുപോലെ എന്നെ സ്നേഹിക്കുന്ന അനേക ദൈവദാസന്മാര് ഇവിടെ ഉണ്ട്. ചിലരൊക്കെയും അതെ ഈ പാട്ട് അതായത് എൻ്റെ യേശു എനിക്ക് നല്ലവെന്ന് പാട്ട് എഴുതിയ ദൈവദാസനെ കാണുമെന്ന് പറഞ്ഞ് എന്നെ കാണുവാൻ വന്ന അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. അതൊന്നും അല്ല എനിക്ക് പുകഴ്ചയായി പറയാനുള്ളത്. ചിലരൊക്കെ നിത്യതയിൽ കാണുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന്റെ സ്തോത്രം. ആദ്യമായി 1960 ഞാൻ ഗാനം എഴുതിയത്. ഹല്ലേലൂയ. അതെ, ആ ഒരു ഗാനം യുവജനങ്ങളുടെ ഇടയിൽ വളരെ പ്രചാരത്തിൽ വന്ന ഒരു ഗാനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ ഗാനം ശേഷമായ 62 ഞാൻ ഗാനം എഴുതിയ ദേവദാസി ഓർപ്പിച്ചതുപോലെ സ്തോത്രം. കൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം വണ്യമലഹോ അതെന്റെ നാവിനാൽ ഞാൻ ശുശ്രൂഷയുടെ രംഗത്ത് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞൊരുക്കെയും അതെ വിട്ടുമാറിയപ്പോൾ ഞാൻ മനസ്സിലാകുന്ന എനിക്ക് പലപ്പോഴും സഹിപ്പാൻ വയ്യാതായി. ഞാൻ ഇരുന്ന് കരഞ്ഞു, കർത്താവേ, ഇതാണോ സ്നേഹം? കാൽവറിയിൽ കാണിച്ച സ്നേഹത്തിന് തുല്യമായ ഏതെങ്കിലും സ്നേഹമുണ്ടോ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് കാൽവറിയിൽ കാണും സ്നേഹം അത്ഭുതം വണ്യമലഹോ അതെന്റെ നാവിനാൽ നീങ്ങിപ്പോകും പർവ്വതങ്ങൾ കുന്നുകളിവ മാറിടും പ്രപഞ്ചവും ധനം മഹിമയും മധ്യസ്നേഹം മാറിടും ക്ഷണത്തിലെങ്കിലോ മാറ്റമില്ല. ദൈവസ്നേഹം എത്ര അത്ഭുതം. ദൈവ പൈതലേ, നമ്മളെ സ്നേഹിക്കാമെന്ന് പറഞ്ഞവർ, നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞവർ എല്ലാം പിന്മാറി പോകുമ്പോൾ, നമുക്ക് എതിരെ പാര വെക്കുമ്പോൾ, റഗ് അണ്ടർനീത്ത് വലിച്ചു എടുക്കുമ്പോൾ ഞാൻ അനേക യുവജനങ്ങളെ അതേ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പലരും എനിക്കെതിരായി തീർന്നത് ഞാൻ പിന്നീട് കാണുകൊണ്ടായി. എനിക്ക് അതൊരു അനുഭവമില്ല. എന്നെ കൊണ്ട് ചെയ്യുവാൻ കർത്താവ് ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസത്തോട് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് കാൽവരി സ്നേഹം മാത്രമാണ് നിലനിൽക്കുന്ന സ്നേഹം. ഭർത്താവിന്റെ സ്നേഹമല്ല, ഭാര്യയുടെ സ്നേഹമല്ല, മക്കളുടെ സ്നേഹമല്ല. മക്കളോട് ചോദിക്കും, എല്ലാം ബില്ല് എഴുതിയോ, എല്ലാം ഞങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ പോകുവാൻ കാത്തിരിക്കുകയാണ് മക്കള്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമുള്ള അനേക കുടുംബങ്ങളിലും അങ്ങനെ സാഹചര്യമാണ്. കർത്താവ്, എൻ്റെ വൈഫിൻ്റെ പേര് രഖമ്മ എന്നാണ്. നാഗ്പൂരില് അനേക കുഞ്ഞുങ്ങളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ തക്കണം എൻ്റെ ഭാര്യയ്ക്കിടയായി. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശാരീരികമായി ക്ഷീണതയാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും എൻ്റെ ഭാര്യ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നാഗ്പൂരിൽ ചില തിരുവനന്തപുരത്തൊന്നും മടങ്ങി നാഗ്പൂർ വന്നു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അനേക ഗാനങ്ങൾ ആ സന്ദർഭങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലൊന്നും എല്ലാം ഒന്നും അതെ പറയുവാൻ എനിക്ക് സമയം പോരാത്ത ഒരു സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഏറ്റവും മനോഹരമായി ഇന്നും അനേകര് 53 വർഷങ്ങൾ മുമ്പ് എഴുതായ ഗാനം ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ വനമേ അവൻ മതിയായവൻ. ഒരു ചെറിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 200 മില്യൺ ആളുകൾ കൂടുതലെങ്കിലും ആ ഗാനം ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ നാഗ്പൂരിലായിരിക്കുമ്പോൾ 1980s ഞങ്ങൾക്കൊരു ലെറ്റർ ലഭിച്ചു. ആ ദേവദാസന്റെ പേര് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശശീന്ദ്രകുമാർ എന്നായിരുന്നു. ശശീന്ദ്രകുമാർ നല്ലൊരു ജോലി ബാങ്കിൽ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ട് അതേ വളരെ സങ്കടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായി തന്നെ പിതാവ് തന്നെ വിട്ടുപോയെന്നുള്ള സങ്കടം തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട താന് 33 കോടി ദേവന്മാരെ സേവിച്ചു, കമ്മ്യൂണിസ്റ്റുകാരനായി, നിരീശ്വരവാദിയായി, ഒരു സമാധാനമില്ല. തൻ്റെ എഴുത്തെഴുതിയതിൽ നിന്ന് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തിരുവല്ല ട്രെയിൻ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ ആത്മഹത്യ ചെയ്യുവാൻ തക്കോണം, ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുവാൻ തക്കോണം താൻ അവിടെ കടന്നു വന്ന ആ സന്ദർഭത്തിൽ ട്രെയിൻ ലേറ്റ് ആണ് പറഞ്ഞു. കർത്താവാണ് കേട്ടോ ആ ട്രെയിൻ ലേറ്റ് ആക്കിയത്. പ്രൈസ് ദി ലോർഡ്. തന്നെ രക്ഷിക്കാനായിട്ട് താൻ പറഞ്ഞ അവസാനത്തെ നടപ്പ് നടക്കട്ടെ എന്ന് പറഞ്ഞ് താൻ നടന്ന് മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അതേ ആദ്യകാലങ്ങളിൽ അതേ സുവിശേഷകനായി ഇറങ്ങി പ്രവർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം അദ്ദേഹമാണ് മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അവിടെ നിന്നാണ് പാട്ടിന്റെ ലൈൻ വരുന്ന. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങൾ മനമേവൻ മതിയായവൻ. ഈ ഗാനങ്ങൾ കേട്ടിട്ട് പ്രത്യേകം ചില അല്പനേരം അവിടെ നിന്നതിന് ശേഷമായിട്ട് പറഞ്ഞു, ഇത് ക്രിസ്ത്യാനിയുടെ ഗാനമല്ലേ, എനിക്കിതുമായിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞു താൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മുന്നോട്ടൊരു ഹല്ലേലൂയ 100-200 അടിയോളം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ മുന്നോട്ട് വിടത്തില്ല, പുറകോട്ട് അടികൾ പിടിച്ചു വരികയാണ്. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങൾ മനമേവൻ മതിയായവനെന്ന് ഹല്ലേലൂയ. മടങ്ങി വന്ന് അവിടെ നിന്നുകൊണ്ട് ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നീ ആരായാലും ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങൾ എന്നെ സഹായിക്കാമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല എന്നൊരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് താൻ കയറി പുറകിൽ ചെന്നിരുന്ന് അതും ഈ പ്രാർത്ഥന താൻ റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റ് ചെയ്തപ്പോൾ കർത്താവേ ഹല്ലേലൂയ നീ എന്നെ സഹായിക്കണം. അതെ, വളരെയധികം സന്തോഷത്തോടുകൂടി ഈ ഗാനം റിപ്പീറ്റ് ചെയ്തിട്ട് പാടിക്കൊണ്ടിരിക്കും. ആദ്യം ഇറങ്ങിയ സമയത്തുള്ള 77 സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിച്ചു. വലിയ സമാധാനത്തിലേക്ക് കടന്നു വന്നു. പിറ്റേ ചില ദിവസങ്ങൾ സ്നാനപ്പെട്ട് IPCയുടെ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് IPCയുടെ സീനിയർ ശുശ്രൂഷകനായി കറുകച്ചാൽ സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും, പാസ്റ്റർ KP സാമുവൽ എന്നായിരുന്നു. ഒരു 3-3.5 വർഷങ്ങൾ മുന്നമേ എനിക്കൊരു വിവരം ലഭിച്ചു. കോവിഡ് മൂലമായി താൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഞാൻ ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് 4 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. 4 പേര് സുവിശേഷ വേലയിൽ ചെയ്യുന്നവരാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അനേകരെ കർത്താവിലേക്ക് നേടുവാനിടയായി തീർന്നു. ഒരു പാട്ടിന്റെ അടികൾ മൂലമായി ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന ഇവിടെ സ്തോത്രം. ഈ വിവരം ഞങ്ങൾക്ക് ലഭിച്ചത് പൂനെയിലെ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുണ്ട്. അവരുടെ ചർച്ചിൽ ചെന്ന ഇദ്ദേഹം സാക്ഷി പറഞ്ഞു, ഈ ഗാനമാണ് രക്ഷയിലേക്ക് വഴി നടത്തിയെന്ന്. ദൈവത്തെ സ്തോത്രം. ദൈവമക്കളെ, തൻ്റെ കഴുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ദൈവം അതുപോലെ ഒരു സാക്ഷ്യമല്ല, അനേകരെ കർത്താവിന് വേണ്ടി ആ ഗാനം നേടിയെടുപ്പാൻ ഇടയായി തീർന്നതിനെ സ്തോത്രം. അതുപോലെ പല ഗാനങ്ങളും ഹല്ലേലൂയ. ദൈവമക്കളെ, നാഗ്പൂരിലായിരുന്നപ്പോൾ ചുരുങ്ങിയൊരു ആ സന്ദർഭം ഞാൻ 10-11 കൂടെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം വിവരിപ്പാൻ എനിക്ക് സമയമില്ല. ദൈവമക്കളെ ഹല്ലേലൂയ. ഈ ഗാനം എൻ്റെ യേശു എനിക്ക് നല്ലുള്ളത് അനേക ഭാഷകളിൽ ട്രാൻസ്ലേറ്റ്, മറാഠി, ഹിന്ദി, ഉറുദു, തമിഴ്, ഹല്ലേലൂയ. അതെ, ഏതെല്ലാം ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഭാഷകളെല്ലാം ട്രാൻസ്ലേറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇന്നും അനേകരെ പാടിക്കൊണ്ടിരിക്കുന്നു. ആ ഗാനങ്ങൾ മൂലമായി അനേകരെ ഇനി കർത്താവിലേക്ക് അതേ ആകർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, അതിനുശേഷമായി ഞാൻ 1976 ഞാൻ ഇവർ 2 കുഞ്ഞുങ്ങളുമായി അമേരിക്കയിലേക്ക് കടന്നു വന്നു. അമേരിക്കയിലേക്ക് കടന്നു വന്ന് മറ്റ് 1-2 സഭകൾ ആദ്യം സഹകരിച്ചെങ്കിലും സാഹചര്യങ്ങൾ മൂലമായി ഞങ്ങൾ ഒരു ദൈവസഭയുടെ ഒരു വേലയുടെ ആര്യപ്പാറ്റക്കണം ഇടയായി തീർന്നു. അങ്ങനെ ഞാനിവിടെ ഈ പട്ടണത്തിലായിരിക്കുമ്പോൾ തന്നെ ചുരുങ്ങിയത് ഒരു 50 അതിൽ കൂടുതൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പാടുവാനൊന്നും സമയമില്ലാത്ത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞങ്ങ് വിടുന്നേ ഉള്ളൂ. ദൈവമക്കളെ, അനേകം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുമായിരിക്കും Y2K 2000-ലെ സംഭവങ്ങൾ. ആ സംഭവങ്ങളെല്ലാം കേട്ട് അനേകം ഞെട്ടി. വലിയ ധനികന്മാരെല്ലാം അണ്ടർഗ്രൗണ്ടിൽ അതെ ഗോഡൌണൊക്കെ ഉണ്ടാക്കി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചതിൽ കൂട്ടിവെക്കുകയാണ്. കൂട്ടിവെച്ചിട്ട് എന്തെങ്കിലും ലോകം അവസാനിക്കുക, ലോകത്ത് എന്ത് സംഭവിച്ചാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അവരങ്ങനെ പ്രയാസപ്പെട്ട് കൊടുത്തത്. ഹല്ലേലൂയ. ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രത്യാശ ഉണർത്തുവാൻ, വിശ്വാസികളുടെ പ്രത്യാശ ഉണർത്തുവാൻ ഞാൻ ഇങ്ങനൊരു ഗാനം എഴുതി. മണ്ണിലെ വാസം തീർന്നിടാറായി മന്നവനേശോ വരും മേഘത്തിൽ, കാഹള ധ്വനി വിണ്ണിൽ മുഴങ്ങിടാറായി, ശാലേമിൻ രാജൻ വെളിപ്പെടാറായി. ഇവിടെ ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകില്ല, സ്വർഗത്തിലാണെന്റെ നിക്ഷേപം,
യേശു കർത്താവെന്റെ സമ്പത്ത്. ഇത് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്ക് ഭയമില്ല, യേശു എന്റെ സമ്പത്ത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ദൈവം, വിശ്വസനാകുന്ന ദൈവം. ഹല്ലേലൂയ. ദേവദാസ് ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരുന്ന് എന്റെ ലിവിംഗ് റൂം ഇരുന്ന് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, വ്യത അനുഭവിച്ചത് ഞാൻ ഓർത്തിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ യെരമ്യാവിനെ ആ സന്ദർഭത്തിൽ ഓർക്കുകയായിരുന്നു. യെരമ്യാവ് പറഞ്ഞതുപോലെ, അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിമാർ നിഹതന്മാർ നിമിത്തം രാവും പോലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവക്കളെ, ആ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഞാൻ അങ്ങനെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആ യെരമ്യാവ് പറയുകയാണ്, എന്റെ തല ഒരു റിസർവോ ആയിരുന്നെങ്കിൽ, വലിയ വെള്ളം നിറഞ്ഞൊരു റിസർവോ ആയിരുന്നെങ്കിൽ, എനിക്ക് കണ്ണുനീര് ലഭിച്ചിരുന്നെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് എത്ര നാളായി ഒരു തുള്ളി കണ്ണീരൊഴുക്കിയിട്ട് കാൽവരിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തന്നെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നതാകും. ആ ത്യാഗത്തെ ഓർത്ത് ഒരു നിമിഷമെങ്കിൽ ഞാനും കണ്ണീരൊഴുക്കുന്നുണ്ടോ? കണ്ണീര് പറ്റിയിട്ട് എത്ര നാളായി? ഇന്ന് രാത്രി ഹല്ലേലൂയ, ഞാൻ പലപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ കരഞ്ഞിട്ടില്ല എങ്കിൽ യോനായ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ കടത്തിവിട്ട് നിലവിളിക്ക് അയ്യം വിളിപ്പിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ദൈവത്തിന്റെ സ്തോത്രം. കരയുക, തലമുറകൾക്ക് വേണ്ടി കരയുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരയുക, ദേശത്തിന് വേണ്ടി കരയുക. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ കേൾക്കുവാൻ എപ്പോഴും സന്നദ്ധരായ ഒരു ദൈവം നമുക്ക് ഉണ്ട്. നമ്മുടെ കംപ്ലൈന്റ് ചിലപ്പോൾ കേൾക്കുവാൻ ലോകത്തിൽ ആരുമില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും കണ്ണീര് കാണുന്നവനാകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അതെ, അത് ആ ത്യാഗവും ആദ്യ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്ത് എഴുതിയ ഗാനമാണ്. എന്തോ ഒരു സ്നേഹമീത്, എന്തോ ഒരു ത്യാഗമീത്, മൂന്നാണിമേൽ തൂങ്ങും നേരത്തും അങ്ങനെ ഓർത്തല്ലോ. ഹല്ലേലൂയ. അതെ, ഒരുപാട് എല്ലാ അടികളും പാടാൻ സമയമില്ല. ഘോരമാം യാതനയിൽ ദാഹത്താൽ കേണിടുമ്പോൾ താതനും കൈവിട്ട നേരത്തും അങ്ങനെ ഓർത്തല്ലോ. ഹല്ലേലൂയ. താതനും കൈവിട്ടപ്പോൾ അങ്ങനെ ഓർത്തല്ലോ. ഹല്ലേലൂയ. ഇത്രമാ സ്നേഹത്തിനായി പകരം ഞാൻ എന്ത് നൽകും? എന്റെ ജീവിതകാലം മുഴുവനും അങ്ങേ സഹിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസമായി ഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേക ഗാനങ്ങൾ അത് എഴുതുവാൻ തക്കോണം എനിക്ക് കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, 160 പരം ഗാനങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ ഭാഷകൾ രചിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇന്ന് ഞാൻ ഗാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. അതെ, ലേറ്റസ്റ്റ് ആയിട്ട് എഴുതി ഇത് വെളിയിൽ വരാനുള്ള ചില ഗാനങ്ങൾ ഇപ്പോൾ അതേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഒരു ഗാനം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവസാനമായ ഒരു ഗാനം കൂടെ പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കത് ഗാനം ഇറങ്ങുമ്പോൾ അത് ലഭിക്കും. പാടിയിട്ട് നിങ്ങൾ പാടുക മാത്രമല്ല, അനേകരേക്ക് എത്തിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. കാരണം ഒരു ഗാനത്തിന്റെ അനുകൂലമായി ശശീന്ദ്രകുമാർ രക്ഷിപ്പാൻ കർത്താവിന് കഴിയുമെങ്കിൽ കർത്താവ് ഇന്ന് ശക്തനാണ്. ഹല്ലേലൂയ. മാറാത്ത കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. എനിക്കായി കുരിശിൽ മരിച്ചു, എനിക്കായി കുരിശിൽ മരിച്ചു, എന്റെ പാപമെല്ലാം ശിരസിൽ വഹിച്ചു, എനിക്കായി ക്രൂശിന്മേൽ മരിച്ചു, പാപശാപം നീക്കി നിത്യജീവൻ നൽകാൻ യേശുവേ നീ മരിച്ചെനിക്കായി. വാഴ്ത്തും ഞാൻ സ്തുതിക്കും സ്തോത്രഗീതങ്ങളാൽ
ജീവിക്കും എന്നെന്നും അങ്ങേക്കായി. ഹാലലിയ. ദൈവമക്കളെ, ഹാലലിയ. അത് അനേകരെ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, രോഗസൗഖ്യം പ്രാപിക്കണം, അത്ഭുതങ്ങളോടെ ആളുകൾ നടക്കണം. ദൈവത്തിന്റെ സ്തോത്രം. എന്തുകൊണ്ട് സാധിക്കത്തില്ല? ഹാലലിയ. 6-ാം നൂറ്റാണ്ടിലേക്ക് നാം മടങ്ങി വന്നേ മതിയാകുള്ളൂ. ഹാലലിയ. എന്തുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചേക്കാം. കർത്താവ് എൻ്റെ നിങ്ങളുടെ കുറവാണ് സംഭവിച്ച് നെടുമ്പാട് വീടുന്നില്ല എങ്കിൽ 40, 50, 60, 100 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് അനേക പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഞാൻ ഒരു ദിവസം ഒരു ദൈവദാസോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇത്രയും വലിയ ഉപവാസമൊക്കെ ചെയ്യും, പക്ഷേ യോശുവയുടെ അനുഭവത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, യോശുവ നെടുമ്പാട് വീണ് കിടന്ന് കരയുക, കർത്താവിനോട് നിലവിളിക്കുക, കർത്താവേ വിടുവിക്കണമേ. ഞാൻ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു, കർത്താവിന്റെ ചന്തിക്ക് ഒരു അടി കൊടുത്തു. അടി കൊടുത്ത് എഴുന്നേക്കട, പാളയത്ത് അശുദ്ധി നീക്കി കളയുക. നീ എത്ര ഉപസിച്ചാൽ, നീ എത്ര കരഞ്ഞാലും ഞാൻ കേൾക്കുവാൻ പോകുന്നില്ല. കാരണം പാളയത്തിൽ അശുദ്ധിയുള്ളിടത്തോളം കാലം 100 ദിവസം ഉപവാസം വെച്ചാലും 1000 ദിവസം ഉപവാസം വെച്ചാലും ഞാൻ കേൾക്കുവാൻ പോകുന്നില്ല. സന്ദേശം അവനെ അറിയിച്ചു. പാപത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ. ഹാലലിയ. ദ്രവ്യാത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയായി തീരട്ടെ. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹാലലിയ. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. അവൻ തന്റെ ജീവനെ പോലും പണയം വെച്ച് ലോത്തും കുടുംബം പിടിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് 30 മൈലെങ്കിലും ഓടിച്ചെന്ന് അബ്രഹാമിനെ അറിയിച്ചു. പിതാവേ, ആയിക്കോട്ടെ, സ്തോത്രം, നിന്റെ സഹോദരനായ ലോത്ത് പിടിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഈ മനുഷ്യൻ ചെന്ന് അറിയിച്ചില്ലായിരുന്നെങ്കിൽ ലോത്തും കുടുംബം അന്നേ എപ്പോഴേ പെട്ടുപോയേനെ. പിൽക്കാലത്ത് പല സംഭവങ്ങൾ നടന്ന് അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയാക്കിയത്. ഇതേക്കൂടെ സ്തോത്രം. അദ്ദേഹത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും പേരറിയാത്ത അനേകരെ സ്തോത്രം. 5 അപ്പം 2 മീനും കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതായ ബാലൻ, 2 കാശിട്ടതായി വിധവ, പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ നിത്യയിൽ അവരുടെ എല്ലാം പേര് കുറിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിലും നിത്യയിൽ ഞാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഈ ബാലനായിരുന്നു 5 അപ്പം 2 മീന് കൊടുത്തതെന്ന് പറഞ്ഞ്, ഈ 2 കാശ് കൊടുത്ത വിധവ ഇവളാണെന്ന് പറഞ്ഞ് ആ അബ്രഹാമിനെ ചെന്ന് അറിയിച്ച ആ സഹോദരനെ കാണുവാൻ തക്കവണ്ണം ദൈവം, നീ പേരില്ലാത്തവനായിരിക്കാം, പെരുമയില്ലാത്തവനായിരിക്കാം. ദൈവയുടെ സ്തോത്രം. ഹാലലിയ. അനേകര് തെരുവിൽ പരിശോധന ചെയ്യുന്നതിനെ പോലും അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് ഭാഷയില്ല, അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവർ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവയുടെ സ്തോത്രം, ഞാൻ അവരോട് പറയുന്ന ഇതാണ്: തൻ്റെ കുഞ്ഞുങ്ങളിൻ ക്രിയ കൊഞ്ഞയെന്നാകിലും കുറ്റം നോക്കുന്നില്ല താൻ. ഹാലലിയ. തൻ്റെ കുഞ്ഞുങ്ങളിൻ ക്രിയ കൊഞ്ഞയെന്നാകിലും കുറ്റം നോക്കുന്നില്ല. ദൈവഭയത്തിലെ ഹാലലിയ. ഏത് ഭാഷയിലായാലും യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ രക്ഷിക്കുന്നു പറയുന്നായ ഏത് സുവിശേഷമാണ് ദൈവയുടെ സ്തോത്രം. ഹാലലിയ. PhD എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവമക്കളെ, PhD എടുത്താലും ചെയ്യാം. ഞാൻ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ സ്വാരസ്യവും നടത്തുമായിരുന്നു. അനേകം വിശുദ്ധന്മാർ, വിദ്യാഭ്യാസമുള്ളവർ, പ്രൊഫസർമാര്, അതൊക്കെ കടന്ന് ഞങ്ങളോട് വന്നിട്ട് ഞാൻ ഇന്ത്യയിലെ ദൈവയുടെ സ്തോത്രം പരസ്യവും സംസാരിക്കും. എൻ്റെ സഹോദരൻ NV സാമുവൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലോ. അദ്ദേഹത്തിന്റെ മകൻ, അതായത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ഒക്കെ മനോഹരമായി ഗാനം എഴുതിയ ദൈവത്തിന്റെ ദാസൻ. ഹാലലിയ. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹത്തെ ബൈൻഡർ കീവർച്ച് എന്നാണ് പലരും വിളിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ മകൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ ഹാലലിയ അവിടെ ന്യൂയോർക്കിൽ മരിച്ച വിവരങ്ങൾ നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചും വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അനേകരത് കേട്ടോ സന്തോഷമുള്ളവരായി. അവരിൽ ചിലരെങ്കിലും നീതിയിൽ കാണാൻ ഞാൻ വിശ്വസിക്കുന്ന കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ചിലർക്ക് സ്റ്റേജ് കിട്ടിയല്ലേ പ്രസംഗമുള്ളൂ.
എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇപ്പോൾ ഞാനിത് എക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിട്ടല്ല ഞാനിത് ഇവിടെ വരാവുന്നത് ഏറ്റത്. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും കാണുക കർത്താവ് സന്ദർശിപ്പാൻ ഈ വാക്കുകൾ മൂലം ഇടവാകുന്ന സന്തോഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവത്തിന്റെ ദാസൻ, പ്രായമുള്ള ദൈവദാസൻ, 2 സഹോദരന്മാര്, അദ്ദേഹത്തിന്റെ മകൻ പാസ്റ്റർ ഇവിടെ ഒക്ലഹോമയിലുണ്ട്. അവര് കൂടെ ഈ പിതാവ് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു അർദ്ധരാത്രിക്ക് എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ, ഞാൻ ഈ രാത്രി അവസാനിക്കുകയും രാത്രി കാണുകയില്ല, ഞാൻ ഇപ്പോൾ തന്നെ കടന്നു പോകും. ഞാൻ വിചാരിച്ചു അർദ്ധരാത്രി ഞാൻ എന്ത് ചെയ്യും? മക്കളെ 911 വിളിച്ചില്ല, കാരണം ഇൻഷുറൻസ് ഇല്ലാത്ത കാര്യം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതേക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം വിടുതൽ തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ചെന്ന കാര്യങ്ങളാണ് അത് ഇവിടെ പറയപ്പെട്ടല്ലോ. ഒരു സ്തോത്രം. അല്പനാൾ കൂടെ ഈ ക്ലേശങ്ങൾ സഹിക്കാൻ കാലങ്ങൾ തീരാറായി, ഉയർപ്പിൻ സുപ്രഭാതം വരും, കാണും ഞാൻ പ്രിയനെ മേഘത്തിൽ. ഹല്ലേലൂയ. അതിൽ വരികളാണ് ആദ്യം എനിക്ക് തന്നത്. പിന്നീട് അത് കുരിൽ പാതി തീപ്പുമായി എഴുതി അദ്ദേഹത്തെ പാട്ടിയെന്ന് ഏൽപ്പിച്ചു. അദ്ദേഹം അതേ വലിയ സന്തോഷമുള്ളവനായി ഈ പാട്ട് പോകുന്നിടത്തെല്ലാം താൻ പാടിക്കും. എൻ്റെ പാസ്റ്റർ, എൻ്റെ പാസ്റ്റർ, നാഗ്പൂരിലെ എൻ്റെ പാസ്റ്റർ എനിക്ക് വേണ്ടി എഴുതിയ ഗാനമാണ് എന്ന് പറഞ്ഞ് 10 വർഷം തന്നെ പാനം പാടിയതിനു ശേഷമാണ് ഈ ലോകം വിട്ട് കടന്നുപോയത്. തൻ്റെ ഭാര്യ കഴിഞ്ഞ മാസം ചില ആഴ്ചകൾ മുമ്പേ കടന്നുപോയി. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നിത്യയിൽ നാം ചെല്ലുമ്പോൾ അവിടെ സന്തോഷിപ്പാൻ തക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് തരുന്ന എല്ലാ നന്മകൾക്ക് ഒരുപാട് പ്രശസ്തമായ അനേക ഗാനങ്ങളുണ്ട്. എല്ലാം എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം എനിക്ക് ഓർപ്പിപ്പാൻ സമയം പോരാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ചില ഗാനങ്ങൾ സന്ദർശിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എഴുതായ ഒരു ഗാനം, സ്തോത്രം. ദൈവമക്കളെ, അത് 1-2 അടി ഞാനോട് ഓർപ്പിക്കട്ടെ. ഇവിടെ അമേരിക്ക വെച്ച് ചില ഗാനങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, യേശു എൻ്റെ കൂടെയുള്ളതാൽ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, യേശു എൻ്റെ കൂടെയുള്ളതാൽ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, യേശു എൻ്റെ കൂടെയുള്ളതാൽ. പ്രതികൂലക്കാറ്റങ്ങാഞ്ഞടിച്ചാലും പിളർന്നൊരു പാറ എനിക്കുണ്ടല്ലോ. തിരുമാർവിൽ ചാരി യാത്ര ചെയ്യുമ്പോൾ അനർത്ഥം എന്നെ തൊടുകയില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, യേശു എൻ്റെ കൂടെയുള്ളതാൽ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, യേശു എൻ്റെ കൂടെയുള്ളതാൽ. അതൊക്കെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രതികൂലക്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ പിളർന്നൊരു പാറ എനിക്കുണ്ട്. ആ പാറയുടെ വിള്ളലിൽ ഞാൻ അഭയം പ്രാപിക്കുന്ന ഇവിടെ സ്തോത്രം. നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തു ആകുന്ന പാറയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി എത്ര സമയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 10 മിനിറ്റ് എടുക്കാമോ? എടുത്തോ പാസ്റ്റർ, എടുക്കാം. യു ക്യാൻ ടേക്ക്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞ പോലെ ഈ പാട്ടുകളെല്ലാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയ പാട്ടുകളുണ്ട്. അതൊക്കെ ഞാൻ ഓർത്തത് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ കർത്താവിന് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, ഞാൻ യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്ത സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ സാമുദ്രത്തിന് അതിരിട്ടു. കർത്താവ് പറഞ്ഞു, സമുദ്രമേ, ഇതാണ് നിന്റെ അതിര്. എന്നാൽ കർത്താവ് പറഞ്ഞു സമുദ്രത്തിന്റെ അതിരുകളെ അവൻ അതെ ഡിക്ലെയർ ചെയ്തിട്ട് അവൻ എന്താ ചെയ്തെന്നറിയാമോ? എന്റെ നിങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവിടെ അതിരുകൾ ഇട്ടിട്ട് അവന്റെ എന്റെ പൈതലിന്റെ അതിരുകൾ ഞാൻ വിസ്താരമാക്കുന്ന ഒരു ഹല്ലേലൂയ. ദൈവമക്കളെ, അതിരുകൾ വിസ്താരമാക്കിയാൽ അതുകൊണ്ട് മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. നാം അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നാം മൂലമായി മറ്റനേകരും അനുഗ്രഹിക്കപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളുടെ അതിരുകൾ വിസ്താരമാക്കിക്കൊണ്ട് എന്ത് പ്രയോജനമാണ്? നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. 119 സംഘത്തിൽ 175 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പഴയ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത അനേക കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ആ ദൈവദാസ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: അങ്ങേ സ്തുതിക്കേണ്ടത് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. അവരുടെ ജീവിതത്തെ മുഖ്യ ഉദ്ദേശം ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് വേണ്ടി പാടണം. എന്നാൽ ഇന്ന് ഈ മോഡേൺ ഏജിൽ നാം എന്താ ചിന്തിക്കുന്നത്? ഒരു വീട്ടിലൊരു 2 വീട് ഉണ്ടാക്കണം, സമ്പത്തുള്ള കുറെ ഉണ്ടാക്കണം. ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ചിന്ത. അവരുടെ ചിന്ത എങ്ങേ കർത്താവേ അങ്ങേ സ്തുതിക്കേണ്ടത് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖ്യ ഉദ്ദേശം കർത്താവിനെ സ്തുതിച്ച് അവസാനമായി പാടി അക്കരെ ചെല്ലുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, പ്രതികൂല കാറ്റ് ആഞ്ഞടിക്കുന്ന ആ സന്ദർഭത്തിൽ ആ പാറയാകുന്ന വിള്ളലിൽ വിശ്രമിച്ചുകൊണ്ട് വിശ്രമം നേടിക്കൊണ്ട് ദൈവസന്നിധിയിൽ ആനന്ദിപ്പാന്റെ കോണം നമുക്ക് ഇടയായിത്തീരുന്ന. ഹല്ലേലൂയ. അതേ ഓർത്ത് ആ അതിരുകളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്കായി കഴിഞ്ഞ ആഴ്ചയിൽ എഴുതിയതെ കൂടെ സ്തോത്രം: ആഴി എന്നതിരുകൾ നിയമിച്ചു, എന്നതിരുകൾ വിസ്താരമാക്കുന്നു, യേശു എന്റെ പടകിലുള്ളതാൽ ഭയപ്പെടുമോ വൻതിരകളെ. യേശു എന്റെ പടകിലുള്ളതാൽ ഭയപ്പെടുമോ ഞാൻ വൻതിരകളെ. ഹല്ലേലൂയ. ആഴിന്റെ അതിരുകൾ നിയമിച്ചിട്ട് എന്റെ അതിരുകൾ വിസ്തമാക്കി, ജബ്ബേസിന്റെ അതിര് വിസ്തമാക്കി പോയപ്പോൾ, ഹല്ലേലൂയ, തന്റെ ജബ്ബേസിന്റെ അതിരുകൾ വിസ്തമായപ്പോൾ അത് മറ്റുള്ളവരെ അനുഗ്രഹത്തിന് കാരണമായി ഭവിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നിങ്ങളുടെ അതിരുകൾ വിസ്താരമാക്കിയത് മറ്റുള്ള അനുഗ്രഹത്തിന് കാരണമായി ഭവിക്കണം. അത് ആത്മീയമായും ഭൗതികമായും നിങ്ങൾ ഉയർത്തുമ്പോൾ ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി സമർപ്പണത്തിലേക്ക് മടങ്ങി വരാമോ? ഹല്ലേലൂയ. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. എത്ര പേരെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്? ജീവിതത്തിൽ ഒരാത്മാവിനൊക്കെ നേടുവാൻ കഴിഞ്ഞാൽ നാം ധന്യരാണ്. സ്തോത്രം. കാരണം അതാണ് കർത്താവ് എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. ഹല്ലേലൂയ. സൂം മീറ്റിംഗ് നല്ലതാ, ഞാൻ അതിനൊക്കെ ചെറിയൊന്നും പറയുന്നില്ല. മീറ്റിങ്ങൾ ഒരുപാട് അവിടെ ഒഴിവുണ്ട്. എനിക്ക് ഒരുപാട് ഇൻവിറ്റേഷൻ വരുന്നുണ്ട്, എല്ലായിടത്തും കയറാൻ കഴിയുന്നില്ല. അത് നല്ല കാര്യങ്ങൾ തന്നെയും. ഹല്ലേലൂയ. ചില ആത്മാക്കളെ കർത്താവിന് നേടുന്ന ഒരു ശുശ്രൂഷ എന്നെ നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഏറ്റെടുത്ത് നടത്തുവാൻ. ഹല്ലേലൂയ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ നാവിനെ നാം കൺട്രോൾ ചെയ്തായിരിക്കാം. ഞാൻ നാവിനെ കുറിച്ചൊക്കെ ബോസ്റ്റൺ പ്രയറായാലും അതേ ഡാളസ് പ്രയറായാലും മറ്റു ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ പനി വരുമ്പോൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കും, മറ്റുള്ള രോഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങളുടെ നാവിന് സൗഖ്യം വേണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് രാത്രി ഒരു വലിയ മടങ്ങിയവരുടെ ആവശ്യമുണ്ട്. നമ്മുടെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുകൊലാടുന്ന സ്തോത്രം. ഞാൻ പ്രാരംഭമായി ഓർപ്പിച്ചതുപോലെ എന്റെ ഭാര്യന്റെ വീടിപ്പായി ഹോവേന്റെ വായിലെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സ്വർഗം നമ്മുടെ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നാവിന് വിടുതലില്ലാത്ത നാവിന് വിടുതൽ പ്രാപിക്കാൻ ഇത്രയും വേഗം പ്രാർത്ഥിച്ചാൽ മതിയാവും. ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കുന്ന ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവൻ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ബേബിച്ചിനറിയാം, ബേബിച്ചിനെ ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ 1914-16 വരെ ഞാൻ
എന്റെ ജീവിതത്തെ ഹല്ലേലൂയ അതാ ജീവന് വേണ്ടി മൽപ്പിടുത്തം ചെയ്യുന്ന ഒരു ദിനങ്ങളായിരുന്നു. ഞാൻ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ഹല്ലേലൂയ യാതൊരു വിധത്തിലും ചിന്തയില്ല. അങ്ങനെ വളരെയധികം പ്രതിസന്ധിയിലായിരുന്ന ആ സന്ദർഭത്തിൽ ഞാൻ കർത്താവിനോട് കർത്താവേ, എന്റെ ഭാര്യയെ തനിച്ചാക്കി പോകുന്ന എനിക്ക് പ്രയാസമുണ്ട്. ഞങ്ങളുടെ 50 വർഷം സെലിബ്രേറ്റ് ചെയ്യാൻ കർത്താവെ ഇനി ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് കർത്താവെ 50 വർഷമെങ്കിലും ഞങ്ങളുടെ കുടുംബ ജീവിതം ലോകത്ത് ജീവിച്ചെന്ന് ഹല്ലേലൂയ പറഞ്ഞിട്ട് ലോകത്ത് പോകാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, കർത്താവെ നീ എനിക്ക് സൗഖ്യം തരുന്നെങ്കിൽ എന്റെ ശബ്ദം നീ എടുക്കരുത്. ഞാൻ 50 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ മാസം ഞങ്ങൾ 60 വർഷം ഞങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ സഹായിച്ചു. ഇന്നും അതേ ശബ്ദം, ഒരുപാട് ശബ്ദമൊന്നും മങ്ങാതെ, പഴയതുപോലെ ശബ്ദമില്ലെങ്കിലും എൻ്റെ ശബ്ദം ഇന്നും എനിക്കുണ്ട്. ഇന്നും എനിക്ക് പാടുവാനും കഴിയും. ദൈവമക്കളെ, ആ കർത്താവിനെയാണ് സേവിക്കുന്നത്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുത്ത്, കർത്താവേ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് വിടുതൽ തരണം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഗാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഭാരങ്ങൾ അകന്നിടുവാൻ, എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകുവാൻ കർത്താവെ ഒരു വാക്ക് മതി. ഈ പാട്ടുകൾ, മിക്കവാറും പാട്ടുകളെല്ലാം യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കുക. എൻ്റെ പേര് മത്തായി സാംകുട്ടി എന്ന യൂട്യൂബിൽ പോയാൽ പല ഗാനങ്ങളും നിങ്ങൾ കേൾക്കുവാൻ കഴിയും. എല്ലാം എനിക്ക് അത് സംസാരിക്കാനും ഒന്നും സമയമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പാടി, പ്രതികൂലത്തിൻ കാറ്റുകളാൽ എന്നൗകയലഞ്ഞിടുമ്പോൾ, പ്രതികൂലത്തിൻ കാറ്റുകളാൽ എന്നൗകയലഞ്ഞിടുമ്പോൾ, കർത്താവേ ഒരു വാക്കുമതി, സർവം ശാന്തമാകും ക്ഷണത്തിൽ. കർത്താവേ ഒരു വാക്കുമതി, സർവം ശാന്തമാകും ക്ഷണത്തിൽ. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോ കർത്താവേ ഒരു വാക്ക് മതി, നിന്റെ ഒരു വാക്കിൽ. ഹല്ലേലൂയ. അതിന്റെ വേറൊരടി ഞാൻ ഇങ്ങനെ എഴുതി, ദിനരാത്രങ്ങൾ അധ്വാനിച്ചു. ഓ ഹല്ലേലൂയ. ദിനരാത്രങ്ങൾ അധ്വാനിച്ചു, ഒന്നും ലഭ്യമായില്ല നാഥാ. കർത്താവേ ഒരു വാക്ക് മതി, അങ്ങയുടെ വാക്ക് ഞങ്ങൾ വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഒരുപാട് വലയിറക്കുന്നവരാണ് ഇവിടെ ഉള്ളതെങ്കിലും കർത്താവിന്റെ വാക്കിലാണോ വലയിറക്കുന്നതെന്ന് രാത്രി ദൈവത്തിന് ആത്മാവ് ചോദിക്കുന്നു. നമ്മുടെ കഴിവിലാണോ നാം ആശ്രയിക്കുന്നത്? നമ്മുടെ ധനത്തിലാണോ? ഏത് വിധത്തിലാണ് നിങ്ങൾ അത് വലയിറക്കുന്നത്? രാത്രിയും പകലെല്ലാം അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ പത്രോസിന്റെ ഹൃദയത്തില് പെട്ടെന്ന്, നാഥാ നിന്റെ വാക്കിൽ ഞങ്ങൾ വലയിറക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വാക്കിൽ വലയിറക്കാൻ നിങ്ങൾ ലജ്ജിക്കത്തില്ല ഒരിക്കലും. അതെ, 153 വലിയ മീൻ പിടിച്ച് മാത്രം തനിക്ക് കയറ്റുവാൻ കഴിയാതെ മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ വിളിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് കഴിയത്തില്ല? ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഉപയോഗിപ്പാൻ കഴിയും. ഞാൻ പ്രായമായി എന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനൊരു സുവിശേഷകനാട്ടെ കൊണ്ട് സ്തോത്രം. കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ ഈ കർത്തവ്യം എടുക്കാൻ എന്റെ അപ്പച്ചൻ ഒരുപാട് പട്ടിണി കടന്നു, കഷ്ടപ്പെട്ടു. പട്ടിണി കിടന്നാണ് എൻ്റെ അപ്പച്ചൻ അതേ അവസാനം മരിച്ചത്. ഞാൻ അമേരിക്കയിൽ വരുന്നതിന് ലോകം വിട്ട് കടന്നുപോയി. ഇവിടെ വന്ന ഒരു 10 ചോദ്യം കഴിഞ്ഞില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. അതേ കർത്താവിന്റെ വാക്കിൽ വലയിറക്കുന്നവരായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. വേറെ ഏതെങ്കിലും സാഹചര്യങ്ങൾ പിന്നീട് ഒരുങ്ങുന്നെങ്കിൽ ഞാൻ അത് ഹല്ലേലൂയ. ഇപ്പോൾ ഇത് ഇറങ്ങാൻ പോകുന്നതായ ഒരു ഗാനം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾക്കത് സന്തോഷകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഒരു വീഡിയോ ഒന്ന് ഓൺ ചെയ്തോട്ടെ. Yes,
ആ ഗാനമാണ്. ഇനി അധികം താമസിയാതെ ഇത് ഇറങ്ങും. സ്തോത്രം. നിങ്ങൾക്കത് കേൾക്കുവാൻ കഴിയും. ഇതുപോലെ ഒരുപാട് ഗാനങ്ങളുണ്ട്. എന്നെ പോപ്പുലർ ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഗാനം ഉണ്ടാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കർത്താവിനെ എങ്ങനെയെങ്കിലും മഹത്വപ്പെടുത്തണം. ഒരാത്മാവെങ്കിലും അവിടെ ചെല്ലണം. ഞാൻ എന്റെ യേശു എനിക്ക് നല്ല എന്നുള്ള ആ ഗാനം എഴുതിയപ്പോൾ ഞാനൊരു ഓപ്പറേഷൻ വിധേയനായി നാഗ്പൂരിൽ ആയിരിക്കുമ്പോൾ പാസ്റ്റർ സി വി ആൻഡ്രൂസ് അറ്റാൻഡുള്ള ദൈവത്തിന്റെ ദാസൻ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹമാണ് എന്നെ പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയച്ചത്. അർദ്ധരാത്രി ആയപ്പോൾ ആ മെഡിസിന്റെ എഫക്റ്റ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിവേദന കഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദനയെല്ലാം നീക്കി. ഹാലലിയ. എനിക്ക് ഹാലലിയ വേദനയെല്ലാം മാറ്റിയ അതങ്ങനെയാണ് അത് ആരംഭിച്ചത്. പിന്നീടത് എന്റെ യേശു എനിക്ക് നല്ലവൻ. ഹാലലിയ. അവനൊന്നും ദൈവമക്കളെ, ഈ രാത്രിയിൽ എന്നെ ശ്രമിച്ചതായ നിങ്ങളോട് വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. സ്തോത്രം. ഹാലലിയ. അത് എല്ലാ ഗാനങ്ങളെ കുറിച്ച് പറയുവാനോ പാടുവാനോ ഒന്നും എനിക്ക് സമയം ലഭിച്ചിട്ടില്ല. എങ്കിലും ഇത് ക്ഷമയോടുകൂടെ എന്നെ ഇത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാലലിയ. അതെ, ഈ സന്ദർഭം എനിക്ക് ഒരുക്കുന്ന പ്രിയപ്പെട്ടവരെ വീണ്ടും നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കാൻ. എൻ്റെ ഭാര്യ വളരെ പല അവശതയിലാണ് പലപ്പോഴും. എങ്കിലും കർത്താവ് ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ചിലപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാറുമുണ്ട്. ഏതായാലും ഇന്ന് ഇതുവരെയും ഒന്നും വന്നില്ല. നിങ്ങളിത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്ന. പിന്നെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞല്ലോ. അമേരിക്കയിലും നാട്ടിലും ഒക്കെ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പലരും ഇന്ന് സ്റ്റക്കാണ്. ഇന്നലെ ഞാൻ ഒരു ചരിത്രം കേട്ടത്, ഭാര്യയും അതേ മക്കളും ഒരു പോയി. അവരുടെ ഭർത്താവ് മരിച്ചു. ആ ശവം വേറൊരു കൊണ്ടുപോയി. അതായത് നാട്ടിൽ കൊണ്ടുപോകാൻ കഴിയാതെ വണ്ണം ആ ശവം റോമിൽ ചെന്ന് ചേർന്നിരിക്കുന്നു. ഈ മക്കളും ഭാര്യ എല്ലാവരും കൂടെ വേറൊരു സിറ്റിയില്. ദൈവമക്കളെ, അതെ, അതൊന്ന് ചിന്തിച്ചു നോക്കിയ അവസ്ഥ. അവർക്ക് നാട്ടിൽ ചെല്ലാൻ കഴിയാതെ അവരുടെ സിറ്റിയില് ദൈവങ്ങളുടെ സ്തോത്രം ആ ശവം വേറൊരിടത്ത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അനേക പ്രിയപ്പെട്ടവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവങ്ങളുടെ സ്തോത്രം. ഹാലലിയ. ഇതാരാണ് ഈ വാർ സ്റ്റാർട്ട് ചെയ്തതെന്നും എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, ചിലപ്പോൾ ദൈവത്തിന് ഹിതമാണെന്ന് തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഹാലലിയ. പലപ്പോഴും ശത്രുക്കളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ച കർത്താവ് ചിലപ്പോൾ നാം ചിന്തിക്കും. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസം തോന്നിയേക്കാം. അപ്പോൾ യുദ്ധം ചെയ്യട്ടല്ല. എന്നാൽ ഞാൻ അവരെക്കുറിച്ച് 1000 മരിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് സുവിശേഷം കേൾക്കാൻ ഒരു സാഹചര്യമില്ല. അവരെല്ലാം ലോകം വിട്ട് കടന്നു, സുവിശേഷം കേൾക്കാതെ ലോകം വിട്ട് കടന്നുപോയി. പ്രത്യേകിച്ച് ഇറാനില് സ്തോത്രം 1000 വിശ്വാസികളുണ്ട്. കാരണം ഇനി ഈ വിശ്വാസികൾ ശേഷിക്കുന്നവരെ അവിടെയുള്ള ആ ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ കൊല്ലുവാനൊക്കെ സാഹചര്യങ്ങളുണ്ട്. 1000 ആളുകൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ ദൈവയുടെ സ്തോത്രം. നിങ്ങളുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ലക്ഷ്യം നാം ലക്ഷ്യസ്ഥാനത്തെത്തണം. അതുപോലെ ഒരാത്മാവിനെ കർത്താവിന് നേടണം. ഇത് തന്നെ നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ. അതിന് ഒരുങ്ങാം. സമയം വീണ്ടും നന്ദിയുള്ളവനായിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.